വയനാട് ധനസഹായത്തെ ചൊല്ലിയുള്ള ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് മറുപടിയില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഹൈക്കോടതിയിൽ നിന്നേറ്റ അടിയുടെ ജാള്യത മറയ്ക്കാൻ അസത്യങ്ങൾ എഴുതി വായിക്കുകയാണ്. കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയുള്ള പ്രസ്താവനയ്ക്ക് മറുപടിയായി മുഖ്യമന്ത്രിയോട് അദ്ദേഹം വിവിധ ചോദ്യങ്ങൾ ഉയർത്തി. വയനാട് ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം ചട്ടപ്രകാരം സംസ്ഥാന സർക്കാരിനാണെന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറക്കുന്നുവെന്നും കരുതലും കൈത്താങ്ങും വാക്കിലല്ല പ്രവൃത്തിയിലാണ് ഉണ്ടാകേണ്ടതെന്നും വി മുരളീധരൻ പറഞ്ഞു. ഹൈക്കോടതിയിൽ നിന്നേറ്റ അടിയുടെ ജാള്യത മറയ്ക്കാൻ അസത്യങ്ങൾ എഴുതി വായിക്കുകയാണ്. കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയുള്ള പ്രസ്താവനയ്ക്ക് മറുപടിയായി വയനാട് വിഷയത്തിലടക്കം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വിവിധ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തു. സംസ്ഥാനത്തെ വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇപ്പോ സംസ്ഥാന സർക്കാരിന്റെ എത്ര കമ്മിറ്റ്മെന്റ് ആണുള്ളത്? കേരളത്തിൽ ഈ വർഷം ഉണ്ടായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ എത്രയാണ്? മാത്രമല്ല, വയനാടിന് എത്ര തുക കൊടുത്തു? ഇനി എത്ര കൊടുക്കാൻ കഴിയും? എത്ര കടം ആണ് എഴുതി തള്ളാനുള്ളത്? 583 പേജുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ 3 മാസം എടുത്തു. അത് പഠിച്ച് തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് 1 മാസം പോലും കൊടുക്കില്ല. പണം അനുവദിക്കുന്നത് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ വീടടക്കം പണിയണം. വീട് പണിയാനുള്ള സ്ഥലം സർക്കാർ എവിടെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? കേരളത്തിനുള്ള STRF വിഹിതത്തിന്റെ ഗഡുക്കളായ 145.60 കോടി ജൂലൈ 31-നും ഒക്ടോബർ 1-നും കേന്ദ്ര സർക്കാർ കൈമാറിയിരുന്നു. മന്ത്രിതല സമിതി റിപ്പോർട്ട് പ്രകാരം 183 കോടിയും നൽകി. ഒക്ടോബറിൽ നൽകിയത് ഡിസംബറിൽ നൽകേണ്ട തുകയാണ്. കേരളത്തോട് രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തള്ളിയ വി മുരളീധരൻ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും പ്രോട്ടോകോൾ അനുസരിച്ചുള്ള തുകയാണ് കൈമാറുന്നതെന്ന് കണക്കുകൾ സഹിതം വിശദീകരിച്ചു. ജനം, തിരുവനന്തപുരം.